Good morning students, welcome to our GK class. Today we are going to study class 7 GK page 24 Save the Environment and page 25 Oil Spills. Okay, so these are the topics today. You take your text page 24 Save the Environment. Okay. നിങ്ങളെല്ലാവരും ജി കെയുടെ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ ജി കെയുടെ ടെക്സ്റ്റും വെച്ച് വേണം ക്ലാസ് കാണാനായിട്ട്. ആൻസർ ചെയ്ത് പോവുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് നോട്ട് വേറെ സെപ്പറേറ്റ് തരുന്നതായിരിക്കും. എന്നാലും നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ കഴിവതും ആൻസർ ചെയ്തു പോവുക. ഓക്കെ, സോ ലെറ്റ് us learn save the environment. Okay, this is page 24 save the environment. Today, the environment is our main concern. Once Mahatma Gandhi said, the earth enough to satisfy every man's need, but not every man's greed. Okay? So, we should be aware. Of our role in preserving the environment. Okay, so it is important that once Mahatma Gandhi said the earth provides enough to satisfy every man's need but not every man's greed. Okay, so next is the names of certain objects. Okay, are given in the box. Write them in the correct columns in the table. നമുക്കറിയാം നമ്മുടെ എൻവയോൺമെൻറ്റ് പല രീതിയിൽ പൊല്യൂട്ടഡ് ആയിട്ട് മാറുകയാണ്. നമ്മൾ പൊല്യൂഷനെ കുറിച്ചൊക്കെ പറഞ്ഞതാണ്. എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ്റെ കാരണം എന്തൊക്കെയാണ്? ഹാംഫുൾ സബ്സ്റ്റൻസ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ മിക്സ് ചെയ്യുമ്പോഴത്തേനാണ് നമ്മുടെ എൻവയോൺമെൻറ്റ് പൊല്യൂട്ടഡ് ആകുന്നത്. പല രീതിയിലുള്ള പൊല്യൂഷനുണ്ട്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, അങ്ങനെ കുറേ പൊല്യൂഷൻസ് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ചില ഒബ്ജക്ട്സിൻ്റെ പേരുകൾ ആ ബോക്സിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് ആ കോളംസ് ഫില്ല് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഓർഗാനിക് വേസ്റ്റ്, paper related, plastic related, metal related and others. Okay, so first one നോക്കി, ഓർഗാനിക് വേസ്റ്റ്. ഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ വേസ്റ്റ്, അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതിൻ്റെയൊക്കെ പീൽസ്, ഇതെല്ലാം വരുന്നത് ഓർഗാനിക് വേസ്റ്റിലാണ്. അപ്പോൾ ആ ബോക്സിനകത്ത് നോക്കി ഓർഗാനിക് വേസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കി. വെജിറ്റബിൾ പീൽ അല്ലേ, വെജിറ്റബിൾസിൻ്റെയൊക്കെ നമ്മൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ എടുക്കുമ്പോഴത്തേനുള്ള അതിൻ്റെ പീൽ, അതിൻ്റെ വെജിറ്റബിൾസിൻ്റെയൊക്കെ തൊലികൾ, അതുപോലെ ബനാന പീല്, സ്റ്റെയിൽ ഫുഡ് എന്ന് പറഞ്ഞാൽ പഴകിയ ഭക്ഷണം, ഇതെല്ലാം ഓർഗാനിക് വേസ്റ്റാണ്. നെക്സ്റ്റ് ഈസ് പേപ്പർ റിലേറ്റഡിനകത്ത് ഓൾഡ് ന്യൂസ് പേപ്പർ, ടോൺ പേപ്പർ നോക്കി. നെക്സ്റ്റ് നോട്ട്ബുക്ക്, ഇതെല്ലാം പേപ്പർ റിലേറ്റഡ് വേസ്റ്റിനകത്ത് വരുന്നതാണ്. പിന്നെ പ്ലാസ്റ്റിക് റിലേറ്റഡ് വേസ്റ്റിനകത്ത് വരുന്നതാണ് ബ്രോക്കൺ ബോട്ടിൽ, അതുപോലെ തന്നെ ബ്രോക്കൺ ടോയ്, പിന്നെ പ്ലാസ്റ്റിക് ബാഗ്, ഇതെല്ലാം പ്ലാസ്റ്റിക് റിലേറ്റഡ് വേസ്റ്റാണ്. നെക്സ്റ്റ് ഈസ് മെറ്റൽ റിലേറ്റഡിനകത്ത് നോക്കിയാൽ ക്യാൻ, ജ്യൂസ് ക്യാൻ, അതുപോലെ തന്നെ യൂട്ടൻസിൽസ്, ഇതെല്ലാം മെറ്റൽ റിലേറ്റഡ് വേസ്റ്റാണ്. അതുപോലെ തന്നെ അതേഴ്സ്, മറ്റുള്ള വേസ്റ്റാണ്. ഡസ്റ്റ്, അതുപോലെ ടോൺ ഷൂസ്, ഇതെല്ലാം അതേഴ്സിനകത്ത് വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ സെൻസിറ്റീവ് ആർ യു ടുവേർഡ്സ് ദ എൻവയോൺമെൻറ്റ്? റൈറ്റ് യെസ് ഓർ നോ ഫോർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഫസ്റ്റ് വൺ, ഡു യു ബൈ കാർഡ്സ് മെയ്ഡ് ഓഫ് റീസൈക്കിൾഡ് പേപ്പർ? അതായത് റീസൈക്കിൾ ചെയ്ത പേപ്പർ കൊണ്ട് നിർമ്മിച്ച കാർഡ് നിങ്ങൾ വാങ്ങുമോ? യെസ്. ഓക്കെ, answer is yes. And second one, do you water the plants at home regularly? നിങ്ങൾ വീട്ടിലുള്ള പ്ലാന്റ്സിനെ എല്ലാ ദിവസവും നിങ്ങൾ വാട്ടർ ചെയ്യുമോ? ഓക്കെ, യെസ്. ആൻസർ ഈസ് യെസ്. ആൻഡ് തേർഡ് വൺ, ഹാവ് യു എവർ തോട്ട് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് ഈസ് യൂസ്ഡ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്? ഹാവ് യു എവർ തോട്ട് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് ഇൻ യൂസ്ഡ് plastic container?
അതായത് നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നറൊക്കെ ഇല്ലേ, അതിൽ നമുക്ക് പ്ലാന്റ്സിനെ വളർത്താൻ പറ്റും. അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? യെസ്, ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള 4, 5, 6 അത് ഹോംവർക്കായിട്ട് തരികയാണ്. നിങ്ങളത് ഫില്ല് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് ആണെങ്കിലും അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ പ്ലാസ്റ്റിക് ബാഗ് അതുപോലെയുള്ള യൂസ് ചെയ്യുന്ന കുറയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും, റീസൈക്കിൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. നെക്സ്റ്റ്, പാർട്സ് ഓഫ് ഇലക്ട്രോണിക് goods such as computers, mobile phones and television sets have poisonous chemicals such as lead and mercury in them. If this electronic waste or e-waste is not disposed of properly, it could harm the environment. അതായത് ഇലക്ട്രോണിക് വേസ്റ്റ് ഓർ ഇ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുമല്ലാത്ത കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണ്, അതുപോലെ തന്നെ ചില ബൾബുകൾ, ഇതൊക്കെ കാണും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോണിക് വേസ്റ്റ് ഓർ ഇ വേസ്റ്റ്. ഇത് നമ്മൾ വേണ്ട രീതിയിൽ ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ ഇതിനകത്ത് ഉള്ള പോയിസണസ് കെമിക്കൽസ് ആയിട്ടുള്ള ലെഡും മെർക്കുറിയൊക്കെ നമ്മുടെ എൻവയോൺമെൻറ്റിനെ വളരെ ഹാംഫുള്ളായിട്ട് ബാധിക്കുന്നതാണ്. ഓക്കെ. സോ ഇലക്ട്രോണിക് വേസ്റ്റ് ഓർ ഇ വേസ്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് അത് മാനേജ് ചെയ്യണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പേജ് 25, ഓയിൽ സ്പിൽസ്. ഓക്കെ. Can you see this? Oil spills are a great threat to our environment. Let us read about how they occur and the damage they cause. അതായത് ഓയിൽ സ്പിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം വാട്ടറിൽ ഓയിൽ മിക്സ് ആവുക. ഓക്കെ. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ ഉണ്ടാകുന്നു, അതിൻ്റെ കോസസ് എന്തൊക്കെയാണ്? ഓക്കെ. ഫസ്റ്റ് വൺ, ഹൗ ഈസ് ഓയിൽ സ്പിൽഡ് ഇൻ ടു ആൻ ഓഷ്യൻ. ഓക്കെ. ഒരു ഓഷ്യനിൽ എങ്ങനെയാണ് ഓയിൽ മിക്സ് ആകുന്നത്? ഡാമേജ്ഡ് ടാങ്കേഴ്സ്, പൈപ്പ് ലൈൻസ് ഓർ ഓഫ് ഷോർ ഓയിൽ റിഗ്സ് ആർ മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ഓയിൽ സ്പിൽസ്. അതായത് ഡാമേജ്ഡ് ടാങ്കേഴ്സ്, ചില ടാങ്കുകൾ നമുക്കറിയാം, പല തരത്തിലുള്ള ഓയിലുകൾ, പെട്രോള്, ഡീസൽ, ഇതെല്ലാം നമ്മൾ ഓഷ്യൻസിൽ നിന്ന് നമ്മൾ ഡിഗ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടാങ്കിനൊക്കെ ഡാമേജ് വരിക, അതുപോലെ തന്നെ പൈപ്പ് ലൈൻസിനൊക്കെ ഡാമേജ് വരിക, അതുപോലെ റിഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓയിൽ കുഴിച്ചെടുക്കുന്ന ആണ് റിഗ്. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ഡാമേജ് വരുവാണെങ്കിൽ അതെല്ലാം റെസ്പോൺസിബിൾ ഫോർ ഓയിൽ സ്പിൽസ്, ഓയിൽ ഓഷ്യനിൽ മിക്സ് ചെയ്യാനായിട്ട് കാരണമാകുന്നു. നെക്സ്റ്റ്, ഹൗ ലോങ് ഡസ് ദ ഡാമേജ് ഫ്രം ആൻ ഓയിൽ സ്പിൽ അഫക്റ്റ് ദ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിനെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? ഓയിൽ സ്പിൽസ് റിസൾട്ട് ഇൻ ബോത്ത് ഇമ്മീഡിയറ്റ് ആൻഡ് ലോങ് ടേം എൻവയോൺമെൻറ്റൽ ഡാമേജ്. ദേ ക്യാൻ ലാസ്റ്റ് ഫോർ ഡീക്കേഡ്സ് ആഫ്റ്റർ ദ സ്പിൽ ഒക്കേഴ്സ്. അതായത് ലോങ് ടേം എൻവയോൺമെൻറ്റ് ഡാമേജിന് ഈ ഓയിൽ സ്പിൽസ് കാരണമാകുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ. വാട്ട് ഈസ് ഡാമേജ്ഡ് ബൈ ഓയിൽ സ്പിൽസ്? ഓയിൽ സ്പിൽസ് കാരണം എന്തൊക്കെയാണ് ഡാമേജ് ആകുന്നത്? ദേ ഡാമേജ് ബീച്ച്, മാർഷൽ ലാൻഡ്സ് ആൻഡ് മെറൈൻ എക്കോസിസ്റ്റം. അതായത് നമ്മുടെ ബീച്ച്, അതുപോലെ മാർഷ് ലാൻഡ്സ്, മെറൈൻ എക്കോസിസ്റ്റം, ഇതിനൊക്കെ ഈ ഓയിൽ സ്പിൽസ് ഡാമേജ് വരുത്തുമെന്നാണ് പറയുന്നത്. ഓക്കെ. വാട്ട് ഡസ് ദ ഓയിൽ സ്പിൽ ഡു? എന്തൊക്കെ ഡാമേജാണ് ഇത് വരുത്തുന്നത്? ഓയിൽ കോട്ട്സ് എവരിതിങ് ഇറ്റ് ടച്ച് ആൻഡ് ബിക്കം എ പാർട്ട് ഓഫ് ദ എൻവയോൺമെൻറ്റ്. അതായത് നമുക്കറിയാം, ഓയിൽ വാട്ടറിൽ മിക്സ് ചെയ്താൽ അത് വാട്ടറിനെ ഫുള്ള് കവർ ചെയ്താണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ അത് അവിടുത്തെ എൻവയോൺമെൻറ്റിനെ വളരെ ദോഷകരമായിട്ട് ബാധിക്കും. ഓക്കെ. വാട്ട് ഹാപ്പൻസ് വെൻ ഓയിൽ സ്റ്റോപ്സ് ഫ്ലോട്ടിംഗ് ഓൺ ദ സർഫസ് ഓഫ് ദ വാട്ടർ? അതായത് വാട്ടറിൻ്റെ സർഫസിൽ ഓയിൽ ഫ്ലോട്ട് ചെയ്ത് കിടന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് ബിഗിൻസ് ടു സിങ്ക് into the marine environment and harms the fish and smaller organisms that are essential link in the
ഗ്ലോബൽ ഫുഡ് ചെയിൻ. അതായത് നമുക്കറിയാം നമ്മുടെ സീ ഫുഡ് അല്ലേ, നമുക്ക് സീ ഫുഡ് കിട്ടുന്ന എവിടെ നിന്നാണ്? ഈ ഓഷ്യൻസിലുള്ള ഫിഷൊക്കെയാണ് അല്ലേ. അപ്പോൾ അവിടെ ഈ ഓയിൽ സ്പിൽസ് അല്ലെങ്കിൽ ആ എൻവയോൺമെൻറ്റിനെ ഇത് കവർ ചെയ്യുമ്പോഴത്തേന്, ഈ ഓയിൽ സ്പിൽസ് കവർ ചെയ്യുമ്പോൾ അവിടെയുള്ള ഫിഷ് അതുപോലെ സ്മോളർ ഓർഗാനിസത്തിനെയൊക്കെ ഇത് ബാധിക്കും. ഓക്കെ, അതിലൂടെ നമ്മുടെ ഫുഡ് ചെയിനെ തന്നെ ഓയിൽ സ്പിൽസ് ദോഷകരമായിട്ട് ബാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഗീവ് മീ ആൻ എക്സാമ്പിൾ. നിയർലി 26,000 gallons of oil from the Exxon Valdez oil spill of 1989 is still trapped in the sand along the Alaska shoreline. Seabirds that swim and dive for their food are adversely affected. അതായത് എക്സോൺ വാൾഡസ് ഓയിൽ സ്പില്ല് 1989 ഇത് നടന്നത്. അലാസ്കയിലായിരുന്നു. അപ്പോൾ അവിടെയുള്ള ബേഡ്സിനെയും അതുപോലെ ഉള്ള മറ്റ് സ്മോളർ ഓർഗാനിസം ഫിഷ് ഇതിനെയൊക്കെ നന്നായിട്ട് ബാധിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഓയിൽ സ്പിൽസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ്. So this much for today. You study well. We will meet in the next class. Thank you.